എന്റെ ഫോട്ടോസ് എടുത്തിട്ട് എങ്ങനെ അയക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു ആർക്കാണ് അയക്കുന്നത്, അപ്പൊ പറഞ്ഞു രവതിക്കാണെന്ന്. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രഞ്ജിത്ത് അണ്ണനെ അറസ്റ്റ് ചെയ്തിട്ട് ഒരാള് പോലും അവൾക്കൊപ്പം ഇല്ലല്ലോടി, അവൾക്കൊപ്പം ആരെയും കാണുന്നില്ലല്ലോ. അതായത് ഭയങ്കരമായിട്ട് എല്ലാവരും വരേണ്ടതാണല്ലോ അവൾക്കൊപ്പം എന്നിട്ട് ആരെയും കാണുന്നില്ലല്ലോ. അതെന്താ, രഞ്ജിത്ത് ആയതുകൊണ്ടാണോ? ഇവിടെ ഒന്നും കിട്ടിയില്ല. അതേടോ, രഞ്ജിത്ത് ആയതുകൊണ്ട് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ രഞ്ജിത്തിനെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. രഞ്ജിത്തിനൊക്കെ ഒത്താശ പിടിച്ചു കൊടുക്കുന്ന പ്രധാനപ്പെട്ട നടിമാർ വരെ മലയാളത്തിലുണ്ട്. പഴയ കാലത്തുള്ള നടിമാരൊക്കെ എന്ന് പറഞ്ഞ പലരും എന്ന് പറഞ്ഞ രഞ്ജിത്തിന് ഒത്താശ ചെയ്തു കൊടുക്കുന്ന, അല്ലെങ്കിൽ അയാളുടെ ഇങ്ങനെയുള്ള വിനോദങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്ന ആൾക്കാരാണ്. എതിർത്തൊന്നും പറയത്തില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അയാള് പറയുന്ന മാടമ്പിയാണ് അയാള്. രഞ്ജിത്ത് എന്ന് പറയുന്ന മാടമ്പി പറഞ്ഞതിനപ്പുറത്തോ ഇപ്പുറത്തോ ഒരാൾ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലേ, മോഹൻ, നിങ്ങളൊരു നടനാകാനാണ് വന്നതെങ്കിൽ നിങ്ങൾ നടനായി തീരും. നിങ്ങൾ ഈ സിനിമയിൽ വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഈ ഒരു സിനിമ മാത്രമല്ല, പല സിനിമകളിലും, അതായത് പല സംവിധായകരുടെയും സിനിമകളിലും ഇയാൾ കൈകടത്തും. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഇടപെടും. ഇയാൾക്ക് ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ ഇയാൾ ഒരു കാരണവശാലും അവിടെ അടുപ്പിക്കത്തില്ല. അത്രയും ഭയങ്കരമായിട്ടുള്ള മേധാവിത്വം എന്താ പറയേണ്ടത്, ഒരു മാടമ്പിത്തരം, ഒരു ചട്ടമ്പിത്തരം. ഇതാണ് ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ഈ മാന്യൻ. മനസ്സിലാക്കണം നിങ്ങളെ. കുറെ നാൾ മുമ്പ് ഇയാളെ വലിച്ചിട്ടേന്ന്. പക്ഷേങ്കിൽ ചില നടിമാർക്കൊന്നും മനസ്സിലായിട്ടില്ല. ഇതിന് മനസ്സിലാകാത്ത ഒരു നടി ആരാന്ന് ചോദിച്ചാൽ രേവതി തന്നെയാണ്. അതായത് നമ്മുടെ മറ്റേ ജോണി ലൂക്കോസ് ഒരു കാര്യം ചോദിച്ചപ്പോൾ രേവതിക്ക് മാത്രമേ മനസ്സിലായില്ല, ലോകത്തുള്ള എല്ലാവർക്കും മനസ്സിലായിന്. ഏതായാലും അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരുപാട് വേറെയും സംസാരിക്കാനുണ്ട്. രഞ്ജിത്തിനെ പോലെ ഒരു സുഹൃത്തിനെ കുറിച്ചൊരു ഗോസിപ്പ് വരുന്നു. അപ്പൊ അതിനെ നേരിടാൻ ഈ ധൈര്യം ഉണ്ടാവുമോ? പിന്നെ, ബിക്കോസ് ഐ തിങ്ക് രഞ്ജിത്ത് ഇസ് എ വെരി ഗുഡ് ഫ്രണ്ട്. ഹി ഈസ് പാർട്ട് ഓഫ് മൈ ലൈഫ്. അത് തീർച്ചയാണ്. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് ആവശ്യം വന്നിട്ടില്ല. സൊസൈറ്റിന് വേണ്ടി എപ്പോഴും നമ്മൾ ജീവിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കാൻ പറ്റില്ല. ഏനോ, എനിക്കറിയാം ഞങ്ങള് ആരാണ്, എന്റെ കുടുംബത്തിനറിയാം. എനിക്ക് വേറെ ആരോടും ഒന്നും പറയാനുള്ള എനിക്ക് ആവശ്യമില്ല. ഏനോ, സോ ദാറ്റ് ഈസ് മൈ സ്ട്രെങ്ത്. രഞ്ജിത്ത് അല്ല, സൊസൈറ്റീനെ ഇതാ നോക്കി ജീവിക്കണം എന്ന് പറയത്തില്ല. പക്ഷേ തോന്നിയവാസം കാണിച്ചിട്ടാണെങ്കിൽ സൊസൈറ്റി ഇടപെടും. അത് ഏതവളായാലും ഏതവനായി കഴിഞ്ഞാലും. അത് സിനിമയല്ല, സിനിമേന്റെ വല്യപ്പച്ചന്റെ ആളായി കഴിഞ്ഞാലും ശരി, തോന്നിയവാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സൊസൈറ്റി ഇടപെടും. സൊസൈറ്റി എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ടീമിനൊക്കെ ഭയങ്കര പുച്ഛാണ്. എന്താ സൊസൈറ്റി എന്താ നിങ്ങളുടെ ഇത് ചെകഞ്ഞു നോക്കാൻ പറ്റുന്നല്ലോ. ഇപ്പൊ രഞ്ജിത്ത് എന്ന് പറയുന്ന മാന്യൻ എങ്ങനെയുള്ള, ഇത്രയും പ്രായത്തിൽ അവൻ ഇമാതിരി തോന്നിയവാസം ഒരു മകളെ പോലെ പ്രായമുള്ള ഒരു പെണ്ണോട് കാണിക്കണമെങ്കിൽ അവന്റെ ക്വാളിറ്റി എന്താണ്? അവൻ ഏതവനാണ്? അവൻ എന്ത് മനുഷ്യനാണ്? അവൻ എന്ത് മനുഷ്യത്വമാണുള്ളത്? ഇവരൊക്കെ പറയുന്ന പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ ഇവരൊക്കെ പറയുന്ന രഞ്ജിത്ത് വെരി ഗുഡ് എന്നാ പറയേണ്ടത്, പിന്നെ ഇതാണ് മണ്ണാൻ കട്ടയാന്നവൻ. അവനൊരു ചുക്കുമല്ല. അവനെപ്പോലത്തെ തറ പേറിയില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്ക്, കുഴിയിലേക്ക് കാലം നീട്ടി ഈ പിന്നെ കരളും മാറ്റിവെച്ച് ലിവറും മാറ്റിവെച്ച് അകലതും മാറ്റിവെച്ചിരിക്കുന്ന ഒരുത്തൻ, അവൻ ഇത്രത്തോളം ഭ്രാന്ത് ഉണ്ടാകണമെങ്കിൽ ആ ഒരു പെൺകുട്ടി, ഇവരെല്ലാം പറയുന്നത്, ഇന്ന് രാവിലെ പ്രിയങ്ക എന്ന് പറയുന്ന ഒരു നടി പറയുന്നത് കേട്ടോ, എന്തുകൊണ്ടെന്ന് പ്രതികരിച്ചില്ല, എന്തുകൊണ്ട് ഇന്ന് പ്രതികരിച്ചു? എൻ്റെ പൊന്നു മക്കളെ, നമ്മള് അതായത് ഗുരുനാഥനെ പോലെ, അച്ഛനെ പോലെ, അല്ലെങ്കിൽ ഒരു അധ്യാപകനെ പോലെ കണ്ട ഒരു മനുഷ്യനിൽ നിന്നും ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതികരണശേഷിയല്ല, നമ്മളവിടെ ട്രോമയിൽ വീഴുക ചെയ്യുക. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ അവിടെ തന്നെ വെച്ച് ചെരുപ്പൂരി അടിക്കാൻ ഇവരൊന്നും അത്ര വലിയ എക്സ്പീരിയൻസ് ഉള്ളവരൊന്നും അല്ല. കാരണം എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയല്ല. ചില ആൾക്കാരെന്ന് പറയുമ്പോൾ അവിടെ മടിക്കുത്തിരി പിടിക്കുമ്പോൾ തന്നെ അവിടെ കൈ പിടിക്കണ്ടാ, അങ്ങനെ പിടിക്കുന്ന ആളുണ്ട്. അങ്ങനെ പിടിക്കുമ്പോൾ തളരുന്ന ആളുണ്ട്. പിന്നെ മടിക്കുത്ത് അഴിച്ചു കൊടുക്കുന്ന ആളുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട് ആൾക്കാർ. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാവർക്കും ആ നിമിഷം തന്നെ പ്രതികരിക്കാൻ ഒരു തേങ്ങാക്കൊലക്കും പറ്റൂല. പ്രത്യേകിച്ച് രഞ്ജിത്തിനെ പോലെയുള്ള ആൾക്കാർ അവിടെ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണം. പല ഭീഷണികൾ ഉണ്ടാകും. നീ 15 ലക്ഷം നിന്റെ അച്ഛൻ വാങ്ങിച്ചിട്ടുണ്ട്, ഇല്ല നിന്റെ കുടുംബം വാങ്ങിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരെയും കോടതി കയറ്റും, ഇതിന്റെ നഷ്ടങ്ങൾ വേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ് 4 ഡയലോഗ് ഇളക്കി കഴിഞ്ഞാൽ പെണ്ണല്ല, പെണ്ണിന്റെ പെണ്ണ് പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയന്ന് പറിച്ച് വീണു പോകും. ആ ഒരു അവസരമാണ് ഇവൻ മുതലെടുത്തത്. ഇവൻ ഒത്താശ ചെയ്യുന്നത് ഇവൻ്റെതായ കൂടെയുള്ള കുറെ ടീമുകൾ. ആരെങ്കിലും മിണ്ടുന്നുണ്ടോ? ഒരാൾക്കും മിണ്ടാൻ കഴിയില്ല. കാരണം എന്താ, മിണ്ടൂല ഇവരൊന്നും. ഇവരൊക്കെ മിണ്ടിയിട്ടുണ്ടെങ്കിൽ ഈ രഞ്ജിത്ത് എന്ന് പറയുന്ന ഇതുപോലെയുള്ള തരം താണവൻ ജനങ്ങളുടെ നികുതി പണത്തിന്റെ മുകളിൽ കയറിയിരുന്ന് ആ ഇന്നോവയിൽ പോയി സൂയിക്കത്തില്ല.
അതൊക്കെ സൂയിക്കാൻ കൊടുത്തത് ഇവരെ പോലെയുള്ള ആൾക്കാരെ. ഇവരെന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ ഈ രഞ്ജിത്ത് എന്ന് പറയുന്നവനെ ജനങ്ങൾ മനസ്സിലാക്കിയേനെ, അതുപോലെ തന്നെ ഇവിടെയുള്ള നിയമം മനസ്സിലാക്കിയേനെ. പക്ഷെ ഇവരൊക്കെ കൊടചൂടി കൊടുക്കുകയ രഞ്ജിത്ത് എന്ന് പറയുന്ന മാന്യന്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ പറയുന്നത്. രഞ്ജിത്തിനെ പറ്റിയിട്ട് പലതും പറഞ്ഞു കഴിഞ്ഞാൽ രേവതിക്ക് മാത്രം മനസ്സിലാവില്ല. കാരണം അത്രമാത്രം അവരെന്ന് പറയുന്നത് കുടുംബപരമായിട്ട് ഇത് രഞ്ജിത്തിന്റെ ഭാര്യയോട് പോയി ചോദിച്ചാൽ മതി. രേവതി ഏച്ചി പോയി ചോദിച്ചാൽ മതി. ചിലപ്പോൾ ഒരു പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരുപാട് വിഷമത്തിലായിരിക്കും. അവരെടുത്ത് പോകുമ്പോൾ ചിലപ്പോൾ ആട്ടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതും കൂടി നിങ്ങളങ്ങ് വാങ്ങിച്ചേക്കണം. ഇതെല്ലാം എടുത്ത് നോക്കാം. കോഴിക്കോട് സ്വദേശിയായ യുവാവിന്റെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസ്. ലൈംഗിക അതിക്രമത്തിന് കോഴിക്കോട്ടെ കസബ പോലീസ് എഫ്ഐആർ ഇട്ടു. അതിനിടെ യുവാവിന്റെ നഗ്ന ദൃശ്യങ്ങൾ തനിക്ക് അയച്ചെന്ന ആരോപണം ഒരു ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ നടി രേവതി നിഷേധിച്ചു. വിശദാംശങ്ങളുമായി സന്ദീപ് തോമസ് ആണ് ചേർന്ന്. സന്ദീപ്, ഈ ഇതുവരെ രേവതി നിഷേധിച്ചിട്ടുണ്ട്. ശരിയാണ്, രേവതി നിഷേധിക്കല്ല വേണ്ടത്. കൃത്യമായിട്ട് എന്തിനാടാ എൻ്റെ പേര് പറഞ്ഞെന്ന് ചോദിക്കുക വേണ്ടത്. രേവതിനെ ചതിച്ചതാണെങ്കിൽ അതാരാ? രഞ്ജിത്തല്ലേ ജയിച്ചത്? ആ പയ്യനോട് പറഞ്ഞ് രഞ്ജിത്തല്ലേ. ഇപ്പൊ ആർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രഞ്ജിത്ത് എന്ന് പറയുന്നവൻ അത്ര വലിയ പുണ്യാളനല്ല എന്ന് സകല ആൾക്കാർക്കും അറിയാം. എന്തിനധികം പറയുന്നത്, സിനിമയിലുള്ള സകല ആൾക്കാർ രഞ്ജിത്തിന്റെ കൂടെ സഹകരിച്ച മോഹൻലാലിനും മമ്മൂട്ടിക്കായാലും മറ്റുള്ളവർക്കായാലും എല്ലാവർക്കും അറിയാൻ രഞ്ജിത്ത് ആരാണ്, രഞ്ജിത്ത് എങ്ങനെയുള്ള മനുഷ്യനാണ്, രഞ്ജിത്തിന്റെ സ്ഥിതി എന്താണ് എല്ലാവർക്കും അറിയാം. പക്ഷെ എന്താണെന്നറിയാം, എല്ലാവർക്കും തുറന്നു പറയാൻ ഭയമാണ്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, എൻ്റെ ഏറ്റവും നല്ല വ്യക്തി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഭയമില്ലാതെ കംപ്ലൈന്റ് ചെയ്യാൻ കൊടുത്ത ആ കുട്ടിയും, അതുപോലെ തന്നെ ഇവനൊക്കെ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്ന കുറെ ആൾക്കാരുണ്ട്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവൻ ആവുന്നത്ര കളി കളിച്ചിട്ടുണ്ട്, ആവുന്നത്ര ആളെ വിളിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊരാൾ പോലും ഫോൺ എടുക്കാൻ കൂട്ടാക്കിയില്ല എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇതുപോലെയുള്ള ഈ രഞ്ജിത്ത് എന്ന് പറയുന്നവൻ ഒരു സാധാരണക്കാരനല്ല. ഓൻ വെറും ഒരു ഡയറക്ടർ മാത്രമല്ല. അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. അതായത് ജനങ്ങളുടെ നികുതി പണം തിന്നുകൊഴുക്കുന്ന ഒരു ഇതിൽ എന്തോ ചെയർമാനാ, എന്തോ ബോർഡ് മെമ്പറാ, എന്തോ ആയിരിക്കുന്ന ഒരു മണ്ണാങ്കണ്ണ എന്തോ ആയിരിക്കുന്ന ഒരു മണോണാഞ്ചനാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവനെ അങ്ങനെ നമ്മളങ്ങനെ വെറുതെ അങ്ങനെ ഇതാക്കാൻ പാടില്ല. ആ നികുതി പണം ശമ്പളം മുഴുവൻ അവൻ അവിടെ വെക്കണം. അതാ വേണ്ടത്. പിന്നെ ഇവന്റെയൊക്കെ ഈ ആജ്ഞ അനുസരിച്ച് പ്രവർത്തിക്കുന്ന കുറെ ടീമുകളുണ്ട്. അതെല്ലാത്തിലും ഉണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കറ, എന്തൊരു ബഹളായിരുന്നു. എന്തുകൊണ്ട് ഇവർ ഒരാൾ പോലും മിണ്ടിയില്ല? 3-4 ദിവസമായല്ലോ അവരാരും മിണ്ടിയിട്ടില്ല. ഇനിയിപ്പോ രഞ്ജിത്തേട്ടനെ എങ്ങനെയാ രക്ഷിക്കുവാന്ന് എല്ലാവരും നോക്കുന്നേ. അതായത് ആ പെൺകുട്ടിക്ക് ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും, അതിന് അഭിനയം അറിയാതുകൊണ്ട് പറഞ്ഞു വിട്ടതായിരിക്കും, അല്ലെങ്കിൽ അതിനുള്ള മരണാൻ കട്ടിയായിരിക്കും. ഒരു കുന്താമണ്ടിയല്ല, ഉള്ള കാര്യം പറയാ. ഇവൻ ഏതാള് എന്നറിയാ. ഇവന് ഒരു കാരണവശാലും എന്ന് പറയുന്നത് ഇനി ഇങ്ങനെ എന്താ പറയണ്ടത്, സിനിമയിൽ ഉണ്ടാകരുത്. ഇവന്റെ സിനിമയിൽ അഭിനയിക്കൂലെന്ന് മമ്മൂസും അതുപോലെ മോഹൻലാലും തുറന്നു പറയണം. അവരെ പറയണം, ഇനി രഞ്ജിത്ത് എന്ന് പറയുന്ന സിനിമയിൽ നമ്മൾ അഭിനയിക്കൂല. പൊതുജനങ്ങളോട് അങ്ങനെയെങ്കിലും കുറച്ച് കടപ്പാട് തീർക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇവനെ പോലെയുള്ള ഊളകളുടെ സിനിമയിൽ നിങ്ങളൊക്കെ പോയിട്ട് അഭിനയിച്ചിട്ട് നിങ്ങളൊക്കെ എന്ത് മെസ്സേജാണ് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത്? ഇവനെ പോലെയുള്ള ആഭാസന്മാരെയൊക്കെ എന്ന് പറഞ്ഞാൽ മലയാള സിനിമയിൽ നിന്ന് തൂത്തെറിയേണ്ട കാലം കഴിഞ്ഞ്. ഇവിടെ അതൊന്നും അല്ലല്ലോ. ഇവിടെ കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞ് ഇനി നാളെ മുതൽ ഒക്കെ പണിയുണ്ടാവില്ല, അത്രയേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നുമില്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ മേലാളന്മാരെ കൂടിയല്ലേ. അവിടെയുള്ള സകലോന് ഒരു പെണ്ണ് അവിടെ കിടന്ന് മാനത്തിന് വേണ്ടി കരിയുമ്പോഴും മറ്റൊരു പെണ്ണ് കാവലിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെട്ടി ചത്തൂടേടോ സിനിമാക്കാരെ നിങ്ങൾക്ക് പോയിട്ട്. ഇതിന്റെ അകത്ത് കുറേ എണ്ണം പറയുന്നുണ്ടല്ലോ, മറ്റേ സംഘടനയും ഒക്കെ. നിനക്കൊക്കെ പോയിട്ട് വേറെ എന്തെങ്കിലും പണിയെടുത്തോടെ. നാണം കെട്ട ടീമുകള് വേരപ്പകളായിരുന്നു. എന്നിട്ട് ഇവറ്റകളുടെ സിനിമ കാണാൻ പോണോടോ നമുക്കിനി? അത് നിങ്ങളെല്ലാം തീരുമാനിക്കും. ഇവറ്റകളുടെ സംഘടന വരെ പിരിച്ചുവിടുക വേണ്ടത്. ഇങ്ങനെയുള്ള ടീമുകളുടെ ഒരു പെണ്ണിന്റെ മാനത്തിന് പോലും ഒരു ബലിയും നൽകാതെ ഇവന്റെയൊക്കെ സിനിമ, ഇവനൊക്കെ ഉണ്ടാക്കുന്ന സിനിമ ഇനി ഏത് ബട്ടറായാലും ഡുട്ടറായാലും ഇവന്റെയൊക്കെ സിനിമ എന്തിനാണോ പോയി കാണുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. കളഞ്ഞേക്കണം മിസ്റ്റർ. അല്ലെങ്കിൽ പിന്നെ ഇവനൊക്കെ ഇതിവനൊക്കെ നിങ്ങൾ പിന്നെ തള്ളിക്കളയാൻ തയ്യാറാകണം. അതോട്ടില്ലാതാണ്. ഇവനെയൊക്കെ നിങ്ങൾക്ക് വേണം. നിങ്ങളൊക്കെ ഇവന്റെ അടിമകളായാണ്. അതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി, നമസ്കാരം.